ക്രൂശിലെ സ്നേഹം കണ്ടവർക്ക് മറ്റൊരു സ്നേഹം തേടി പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ലോകം കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ മറുവശത്ത് ഒരു കപടമുഖമുണ്ടെങ്കിൽ, ഒരു കപടതയുമില്ലാത്ത ആത്മാർത്ഥത നിറഞ്ഞ, ഒരു കപടതയുമില്ലാതെ ത്യാഗം നിറഞ്ഞ, ഒരു കപടതയുമില്ലാതെ സ്നേഹം ഏതുണ്ട് എന്ന് ചോദിച്ചാൽ ക്രൂശിലെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ആ കളിക്കളത്തിലുള്ള കളിക്കാർക്കും ഈ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കും സുവിശേഷം പറയുവാൻ നൽകുന്ന ഒരു ശക്തി ക്രിസ്തുവിന്റെ സ്നേഹമാണ്. കാൽവറിയിൽ മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവൻ മറുവിലയായി നൽകി, മകനെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന കർത്താവായ യേശുവിന്റെ സ്നേഹം. ഈ സ്നേഹം മറന്നു പോകരുത്. ഈ സ്നേഹത്തെ മറിച്ച് വേണ്ട, ഈ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞ് പോകരുത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെയും നിർബന്ധിക്കട്ടെ. ഈ കവലയിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? കർത്താവായ യേശുവേ, ഈ സ്നേഹം എനിക്കും അനുഭവിക്കണം. യഥാർത്ഥ സ്നേഹം മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മനുഷ്യനെ യാതൊരുവിധ മുഖപക്ഷവുമില്ലാതെ സ്നേഹിക്കുന്ന, മനുഷ്യന് വേണ്ടി മറുവില നൽകി ഈ സ്നേഹം എനിക്കും വേണമെന്ന് പറഞ്ഞ് ക്രൂശിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമോ? ക്രൂശിലേക്ക് കടന്നു വരിക. ക്രൂശ് നിങ്ങളെ രക്ഷിക്കും. കർത്താവായ യേശുവിന്റെ സ്നേഹം നിങ്ങളെ രക്ഷിക്കും.